ഗ്രേസ് ടൈമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. ഒപ്പം ഇഷ്ടമാവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലൈക്കാണ് നമ്മുടെ വീഡിയോയെ ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയിട്ട് വരാം. ഇന്ന് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. രാവിലെ ഇപ്പോൾ മുറ്റടിക്കുക എന്നുള്ളത് ഇപ്പോൾ ജോലിക്ക് പോകണ്ടല്ലോ, അവധിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരിത്തിരി നേരം വൈകിട്ട് മുറ്റടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല വെയിൽ വരും. പക്ഷേ അധികം വെയിലാവുന്നതിന് മുമ്പ് ഇന്ന് വേഗം ഒന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ മുറ്റത്ത് ടൈലൊന്നും ഇട്ടിട്ടില്ല. എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലയിൻ്റാണ്, വീട് പണിതിട്ട് എന്താണ് മുറ്റത്ത് ടൈലിടാത്തത്, മഴക്കാലമാകുമ്പം ചെളി ചവിട്ടി കയറ്റില്ലേ എന്നൊക്കെ. 4 വർഷമായിട്ട് നമ്മളതിനെ അതിജീവിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാലും ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ടൈലിട്ടാലോ എന്നൊക്കെ. നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ കാണാനാണോ അതോ ടൈലിടാനാണോ നല്ലത് എന്നുള്ള ഒപ്പീനിയനും കൂടി ഒന്ന് പറഞ്ഞു വെച്ചോളൂ. അപ്പോൾ നമ്മുടെ താമരക്കുളത്തിൽ ഇതേ താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇഷ്ടംപോലെ താമര മുട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ എങ്ങനെയാണ് താമര നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കുറേ എന്താ പറയുക എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ വലിയ പരിരക്ഷണമൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ ഇരുമ്പമ്പുളിയുടെ ചുവട്ടിൽ കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക പപ്പായയുടെയും തൈ നട്ടേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ഇരുമ്പമ്പുളി മുഴുവൻ പഴുത്ത് ചാടിയിട്ട് അതൊക്കെ എല്ലാ ദിവസവും രാവിലെ എടുത്ത് കളഞ്ഞാലും വൈകുന്നേരം വരുമ്പോഴത്തേക്കും നിറയെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മണ്ണൊക്കെ അടിച്ചിട്ട് വേണം പറമ്പിൽ ഇതൊക്കെ ഒന്ന് പറിച്ച് നടാനായിട്ട്. ചുമന്ന മണ്ണ് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നല്ല മണ്ണ് കിട്ടുകയാണെങ്കിൽ അതൊന്ന് അടിച്ചിട്ട് വേണം നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ രാവിലെ ഒന്ന് അവിടെ പച്ചമുളകിൻ്റെ ഭാഗത്തും അതുപോലെ നമ്മളവിടെ ഒരു സപ്പോട്ട നട്ടിട്ടുണ്ട്. സപ്പോട്ടയുടെ ഭാഗത്തൊക്കെ പോയപ്പോഴാണ് കണ്ടത് മറ്റേ താമരക്കുളത്തിൽ ഇതേ മുട്ട വന്നിട്ടുണ്ട്. ഈ മുട്ടിൻ്റെ പ്രത്യേകത നമ്മളെക്കാൾ ഹൈറ്റിലേക്ക് പോയിട്ടാണത് പൂക്കുക. അതും ഇതൊരു വലിയ പിങ്ക് കളർ, ഡാർക്ക് പിങ്ക് കളർ പൂവാണേ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിങ്ങനെ റെയറായിട്ട് ഉണ്ടാവുള്ളൂ, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാമ്പഴം ഞാൻ നിൽക്കുന്ന സമയത്ത് തന്നെ കിണറിൻ്റെ മുകളിലേക്ക് വീണ കാരണം ചതയാണ്ട് നമുക്കൊരു മാമ്പഴം കിട്ടിയിട്ടുണ്ട്. മാമ്പഴം ദേ നമുക്കിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ, അവധിക്കാലം, മാമ്പഴം അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണല്ലേ. കാരണം കുട്ടിക്കാലത്ത് മാവിൻ്റെ ചോട്ടിൽ പോയിരുന്ന് മാങ്ങ കഴിച്ച കഥയൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ. അതുപോലെ ഇപ്പോഴും ഈ മുറ്റത്തൊരു മാവ് കാണുമ്പോഴും അതിൻ്റെ ചോട്ടിലൊരു മാങ്ങ വീഴുമ്പോഴൊക്കെ ഞാനതൊക്കെ ആലോചിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ സത്യത്തിൽ ഒരു വീട് വേണമെന്ന് തോന്നിയത് തന്നെ ഒരിത്തിരി മുറ്റം വേണം, മണ്ണ് വേണം, അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കാണണം എന്നൊക്കെ ചിന്തിച്ചത് കൊണ്ടാണേ. ഇന്നലെ തറവാട്ടിൽ പോയിട്ട് വന്നപ്പോൾ നമ്മൾ കുറച്ച് പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈസ്റ്ററിന് ഞങ്ങളെല്ലാവരും മമ്മിയെല്ലാം തറവാട്ടിലൊന്ന് പോയായിരുന്നു, ഇരിങ്ങാലക്കുട ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ അതിനെ നമ്മൾ തറവാടെന്ന് പറയണേ. തറവാട്ടിൽ നിന്ന് പഴം കൊണ്ടുവന്ന കാരണം ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈസി പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണല്ലോ അടുത്ത പരിപാടി. അങ്ങനെ പുട്ടും പഴമാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ അടിയിൽ നമ്മുടെ കുട്ടികളുടെ സ്നാക്സ് വയ്ക്കുന്ന കണ്ടെയ്നേഴ്സ് ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പൊട്ടിച്ചത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം എല്ലാ കണ്ടെയ്നേഴ്സിലും സാധനങ്ങളൊക്കെ ഉണ്ട്. പൊട്ടുകടല, കടല വറുത്തത്, ലൈസിൻ്റെ പാക്കറ്റ് കണ്ടപ്പോൾ ഞാൻ വെച്ചു ലൈസാണോ, നമ്മൾ വല്ലപ്പോഴും മാത്രം വാങ്ങുന്നൊരു സംഭവമാണ് ലൈസ്. അധികം വാങ്ങിച്ചു കൊടുക്കാറില്ല. കുർക്കുറു ലൈസ് ഞാൻ തീരെ പ്രോത്സാഹിപ്പിക്കാത്തൊരു സംഭവമാണ്. പുറത്തുനിന്നൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ അതാത് സ്ഥലങ്ങളിലേക്കൊന്ന് എടുത്തു വയ്ക്കുകയാണ്. ഒരു തിരക്കുമില്ലാതെ വളരെ സാവധാനത്തിലാണ് കേട്ടോ ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്നും ഈ ഓട്ടം നെട്ടോട്ടം മാത്രമല്ലേ, അതൊന്ന് മാറ്റുക എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാം ഒന്ന് സമാധാനത്തിൽ ചെയ്യാം. അപ്പം നമുക്കും എന്താ പറയുക സ്ട്രെസ് ഫ്രീ ആയിട്ടൊരു വെക്കേഷൻ ആവുമല്ലോ. സ്ട്രെസ് ഫ്രീ എന്നുള്ളത് ഇപ്പോഴും എൻ്റെ വാല്യുവേഷൻ എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതെപ്പോൾ വരും എന്നറിയാത്ത ഒരു വേദനയൊക്കെ ഉള്ളിൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ കിച്ചണിൽ നമ്മൾ തലേദിവസം കഴുകി കമഴ്ത്തി വെച്ചിരിക്കുന്ന ഇതൊക്കെ അത് ഉണങ്ങി അതാത് സ്ഥാനത്തേക്ക് വെച്ച് നമ്മുടെ മാറ്റൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞ് നമ്മുടെ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷായ ഫീല് കിട്ടും. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെറ്റാവുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ പണിയും കഴിഞ്ഞു. ഇന്ന് വീട്ടിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളത് വീടൊന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പ്ലാന്റ്സൊക്കെ പുറത്തുള്ള പ്ലാന്റ്സുകളെ ഒന്ന് അകത്ത് കയറ്റി വെക്കണം.
അതുപോലെ തന്നെ അതാതിൻ്റെ പ്ലേസിൽ ഒന്ന് ഭംഗിയായിട്ട് വീടൊന്ന് ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. അതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇന്നത്തെ. എപ്പോഴും നമ്മൾ പറയില്ലേ, കുറച്ച് സ്ഥലമാണെങ്കിലും കൂടുതൽ സ്ഥലമാണെങ്കിലും നമ്മളിത് എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ വീട് ഭംഗിയായിട്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ വീഡിയോയുടെ അടിയിൽ കമൻറ്റൊക്കെ വരാറുണ്ട്, ചേച്ചിയുടെ വീട് ഇങ്ങനെ ആയതുകൊണ്ടല്ലേ. നമ്മുടെ വീഡിയോയുടെ ആദ്യ കാലങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, നമ്മുടെ വീട് പണിതിട്ട് 4 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് സാധാരണ ഒരു വീട്ടിലാണ് നമ്മൾ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണോ അതിനെ ഒരുക്കി വെക്കുന്നത്, ആ ഒരുക്കി വെക്കുന്നതിലാണ് ഭംഗി. ഇപ്പം ഞാൻ ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് നമ്മൾ വൈറ്റ് കുഷ്യൻ കവറായിട്ടിരുന്നത്, അതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ കുഷ്യൻ കവറുകൾക്ക് ഒന്ന് മാറ്റിയിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേറൊരു വലിയൊരു മേക്ക് ഓവറിൻ്റെ ഫീല് കിട്ടും. എന്നാൽ വലിയ പണിയൊന്നും കാര്യങ്ങളൊന്നും ചെയ്യണില്ല, നമ്മളിതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ കുഷ്യൻ കവർ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു സൈഡിൽ ഡാർക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ബ്രിക്ക് റെഡ് ഷെയ്ഡും ഒരു സൈഡിൽ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡുമാണ്, 2 വശം. അപ്പോൾ കുറേ ദിവസം നമുക്ക് വേണമെങ്കിൽ സെറ്റിയിൽ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് കൊടുത്ത് കോമ്പിനേഷൻ കൊടുക്കാം. പിന്നെ കുറേ ദിവസം വേണമെങ്കിൽ നമുക്ക് ബ്രിക്ക് റെഡിൻ്റെ ഷെയ്ഡ് കൊടുക്കാം. ഇനി ഇതും അല്ലെങ്കിൽ ഒന്ന് ഇടവിട്ട് മാറ്റി മാറ്റി കൊടുത്താലും നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കുഷ്യൻ കവർ തയ്പ്പിക്കുമ്പോൾ ചുമ്മാ തലയിൽ തോന്നിയൊരു ബുദ്ധിക്ക് പറഞ്ഞതാണ്. പക്ഷേ അത് വിജയിച്ചു. നമുക്ക് ചില സമയത്ത് വേറൊരു മോഡൊക്കെ കൊടുക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പറ്റാറുണ്ട്. ഇതിപ്പോൾ ഈ ഒരു കുഷ്യന് നമ്മൾ വീട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, നമ്മൾ കയറി താമസിച്ച സമയത്ത് ഈ സോഫയൊന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് ചെയ്തൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടി. കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തത്. അത് നമ്മുടെ വീഡിയോ ത്രൂ ഔട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വീട്ടിൽ കയറിയപ്പോൾ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓരോന്ന് 1 ബൈ 1 ആയിട്ട് ചെയ്യാൻ കാരണം നമ്മുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രയായാലും പെട്ടെന്നൊരു വീട്ടിലേക്കൊക്കെ താമസം മാറുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ബഡ്ജറ്റും പോക്കറ്റും ഒക്കെ കാലിയാവുന്ന സമയം. അപ്പോൾ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണമെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ ചെയ്താൽ ശരിയാവില്ല. അതൊക്കെ ഒന്ന് കുറച്ച് സമയം എടുത്ത് പിന്നെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ ഭംഗിയായിട്ട് ചെയ്യാം. പിന്നെ ആദ്യമായിട്ട് വീട്ടിൽ കയറി വരുന്ന ആൾക്കാരൊക്കെ ഇന്ന് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് ഒരു ദിവസമല്ലേ പറയുള്ളൂ. അപ്പോൾ അവരാരും നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസിന് കൂടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ സാവധാനത്തിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ സ്വപ്നമാണല്ലോ ഒരു വീട്, അതിനി ഒരുക്കി കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം ഞാൻ ആ കോർണറിൽ ഒരു CC പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ 10th സ്റ്റാൻഡേർഡുകാരുടെ സമ്മാനമാണ്. സത്യത്തിൽ ഈ കൊല്ലത്തെ ബാച്ചുകാർ തന്ന ഈ ഒരു സമ്മാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങൾ ക്ലാസ്സിൽ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോ നമ്മുടെ മക്കൾ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിരുന്നു ഫ്രെയിം ചെയ്ത് തന്നതാണ്. അപ്പോൾ എൻ്റെ കുട്ടികളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നൊരു സംഭവം, അത് ഞാൻ അവിടെ തന്നെയാണ് വെച്ചിരിക്കണേ. ഇനി നമ്മുടെ ലിവിങ് റൂം നമ്മൾ പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ വലിയ പണിയൊന്നും ചെയ്തിട്ടില്ല, മൊത്തത്തിലൊന്ന് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ റെഗുലർ റൊട്ടീൻ ലോണ്ട്രി ക്ലീനിങ് നേരെ കൊണ്ടുപോയിട്ട് മെഷീനിലൊന്ന് തുണി ഇട്ട് കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമാണ്. പിന്നെ അത് പോയി വിരിച്ച് ഉണക്കിയെടുക്കുക എന്നുള്ളത് സെക്കൻഡ്, അതങ്ങ് നടന്നോളും. ആദ്യം തന്നെ ഇതങ്ങോട്ട് അവിടെ എത്തിച്ച് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അതിൻ്റെ അലാം കേൾക്കുമ്പോൾ പൊക്കോളും, പോയിട്ട് അത് വിരിച്ചോളും. അപ്പോൾ ഞാൻ കുഷ്യൻ കവർ മാറ്റിയതും എല്ലാം അതും കയ്യോടെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് അപ്പോൾ കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ കുറേ ക്ലീനിങ് ഏരിയ കഴിഞ്ഞ പോലെ തോന്നും. എന്നും കാണിക്കാൻ കാത്തിരുന്നതേ ആമ്പൽ ഇന്ന് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നാൾ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയോ, ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വെച്ചപ്പോൾ അപ്പോൾ ആമ്പലിന് കുറുമ്പ്, അത് വിരിയണേ ഇല്ല. ഇപ്രാവശ്യം എന്തായാലും വിരിഞ്ഞ കാരണം കൈയോടെ നിങ്ങളെ കാണിച്ചതെന്നാണ്. നല്ല ഭംഗിയല്ലേ. ഇങ്ങനെയുള്ള പൂക്കളുള്ളത് നമ്മുടെ വീട്ടിലാകെ താമരയ്ക്കും ആമ്പലിനും മാത്രമേ ഉള്ളൂ. ബാക്കി പൂക്കളുള്ള ചെടിയൊന്നുമില്ല. പകരം നമുക്ക് എപ്പോഴും ലീഫി പ്ലാന്റുകളാണ് ഉള്ളത്. ഇത് നമ്മുടെ ബാൽക്കണി, നമ്മുടെ സ്ഥിരം ബാൽക്കണി അല്ലേ. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന അതിസുന്ദരമായ കാഴ്ചകളൊക്കെ നോക്കിക്കഴിഞ്ഞ് അപ്പോഴാണ് ഓർത്തത്, ദൈവമേ, മക്കൾ ഇന്ന് സമ്മർ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വരാൻ നേരമായി. ഓടിപ്പോയി അവർക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചതാണ്. കുറച്ച് ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് കേട്ടോ അവർ കുളിക്കുക. കാരണം സ്വിമ്മിങ് കഴിഞ്ഞ് കൊക്കോയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഇതിപ്പം മോർണിംഗിൽ സമയം ഒരു 8:30 8:45 ആയിട്ടുള്ളേ.
ആ സമയത്താണ് നമ്മുടെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കണേ. ചോറ് പതിവ് പോലെ തന്നെ തിളപ്പിച്ചൂറ്റാനാണ് ഉണ്ടായിരുന്നത്. തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ തിളപ്പിച്ചൂറ്റി കഴിഞ്ഞ് ഇനി അവർ വരുന്നത് കാത്തുള്ള ഇരിപ്പാണ്. ഇനി അവർ വന്നു കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. അതിനിടയ്ക്ക് ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് എടുത്ത് വായിച്ചാൽ ഇങ്ങനെ ഇരുന്ന് വായിക്കാനൊന്നും ഒരിക്കലും നേരം കിട്ടാറില്ലല്ലോ. ജോലിയുടെ സമയത്ത് നെട്ടോട്ടത്തിൻ്റെ ഇടയ്ക്ക് അതിനൊന്നും നേരം കിട്ടാറില്ലല്ലോ. അങ്ങനെ ദേ അപ്പനും മക്കളും എത്തിയിട്ടുണ്ട്. ഇനി ഇച്ചുവിന് 9 മണിക്ക് ഇപ്പോൾ ജോലിക്ക് പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ടുവരുന്നതൊക്കെ ഒരു ഇച്ചുവിൻ്റെ ടാസ്കിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വന്നു അവർ കുളിച്ചു ഫ്രഷായി. പുട്ടും ഒരാൾക്ക് പുട്ടും പഴവും ഓക്കെയാണ്, മറ്റേ ആൾക്ക് പുട്ടും പഴവും ഇഷ്ടമില്ലാത്ത കാരണം അതിൻ്റെ ഉള്ളിൽ പാലൊഴിച്ചിട്ടാണ് കഴിക്കണത്. അങ്ങനെ നമ്മുടെ വീട് റീഅറേഞ്ച് ചെയ്യലും പരിപാടികളൊക്കെ നടക്കുന്ന സമയത്താണ് ഈ പോയി വന്ന ടീംസ് ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് വാഴ 2 കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് സിനിമ കാണാനുള്ള യാത്രയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വാഴ 2 കണ്ടതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ കുറേ നാൾ കൂടി ഒരു നല്ല സിനിമ കണ്ട സന്തോഷമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തോരം വാല്യൂസാല്ലേ അതിൻ്റെ ഉള്ളിൽ പറയുന്നത്. ആ വാല്യൂസ് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനായാലും എല്ലാവരും കണ്ടിരിക്കണം തോന്നിയിട്ടുണ്ട്. സഹോദര ബന്ധത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ കണ്ണ് നനയിക്കുന്ന കുറേ സീക്വൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ കുട്ടികളുടെ കൂട്ടുകാർക്കിടയ്ക്കുള്ള ഒരു സൗഹൃദ ബന്ധത്തിൻ്റെ ദൃഢതയെക്കുറിച്ച്. അതിലുപരി എനിക്ക് തോന്നിയൊരു കാര്യം ടീച്ചേഴ്സ് കുട്ടികളോടുള്ള അപ്രോച്ചിനെ കുറിച്ച്. ആസ് എ ടീച്ചർ എനിക്ക് തോന്നിയത് അതാണ്. എപ്പോഴും നമ്മൾ ആ ചേർത്ത് പിടിക്കുന്ന അജു വർഗീസിനെ പോലെ ഒരു ടീച്ചറാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ സ്നേഹം ഇങ്ങനെ കിട്ടും കേട്ടോ. അത് ഒരുപാട് അനുഭവിക്കാനായിട്ട് ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നിർത്തി വെച്ച പണി ഞാൻ വീണ്ടും പുനരാരംഭിച്ചു. സ്റ്റെയർ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. സ്റ്റെയറിൽ നിന്നൊക്കെ നമ്മൾ ഇത് സ്പൈഡർ പ്ലാന്റൊക്കെ എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇത് ചട്ടിയൊക്കെ തുടച്ച് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അറിയുന്നവരൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ സ്പൈഡർ പ്ലാന്റ് നമ്മൾ താഴെ ആ സ്റ്റെയറിൻ്റെ അറ്റം മുതൽ മുകളിൽ വരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീടിന് വലിയ നല്ല അടിപൊളി ലുക്കാട്ടോ. നമ്മൾ എവിടെ നിന്ന് എടുക്കണ ഫോട്ടോയ്ക്ക് പോലും ഒരു കിടിലൻ ലുക്ക് കിട്ടും. ആ സൈഡിലൊരു ലില്ലി കൊണ്ടുവച്ചു, അത് ഞാൻ പറയാൻ മറന്നുപോയി. ലില്ലി കൊണ്ടുവച്ചു. അങ്ങനെ നമ്മുടെ ഏരിയ സെറ്റായി. ഇത് മുകളിൽ നിന്ന് നമ്മുടെ മണി പ്ലാന്റുകൾ കർട്ടൻ പോലെ താഴേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഈ മണി പ്ലാന്റ് വെക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് ഈ ലെങ്ത് ഉണ്ടായിരുന്നില്ലല്ലോ, ഭയങ്കര ചെറുതല്ലായിരുന്നു. ആദ്യം നമ്മുടെ ലില്ലി പൂക്കൾ വരാത്ത ലില്ലിയാണ് കേട്ടോ, അതും അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ ആണ് കേട്ടോ. ആ ഏരിയയിൽ നമ്മുടെ കലാത്തിയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഒരു പിങ്ക് കളറ് നല്ല ഭംഗിയായിട്ട് നല്ല പോലെ ലീഫി ആയിട്ട് വന്ന് നല്ല ഭംഗിയായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തില്ലല്ലോ, എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അല്ലെങ്കിൽ ഒരു നല്ല ചവിട്ടി എടുത്തിട്ടു. അതുപോലെ കുറച്ച് ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി വെച്ചു. നമ്മുടെ കിച്ചണിന് വേറൊരു ലുക്ക് കൊടുത്തു, ഈ 2 പ്ലാന്റ് കൊടുത്തു. അപ്പോൾ അങ്ങനെ വീടിനെ മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ, ഒരു ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ അതറിഞ്ഞത് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ആ കാര്യങ്ങളും കൂടെ ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിക്കാൻ പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഇതും കൂടെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മീൻ വറുക്കുകയാണ്. മീൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് നമ്മൾ വെക്കുന്ന കാരണം നമുക്ക് പെട്ടെന്ന് കുക്കായിട്ട് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ വാളയാണ്. വാള അന്ന് വാങ്ങിച്ചപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എനിക്ക് പൊതുവേ ഇങ്ങനെ ഗസ്റ്റൊക്കെ വരുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് വൈബ്, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ വീട്ടിലേക്ക് വരുമ്പോൾ അതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. അതൊരു വലിയ പണിയായിട്ട് എനിക്കൊരിക്കലും തോന്നാറില്ല. അപ്പോഴാണല്ലേ വീട്ടിലൊരു സന്തോഷം ഉണ്ടാവുക. അത് എപ്പോഴും ആ ഒരു വൈബ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എത്ര തിരക്കിൻ്റെ ഇടയ്ക്കും നമുക്കൊരു ഹാപ്പിനെസ് ആയിട്ടൊരു ലോകം വേണ്ടേ അല്ലേ? മറ്റുള്ളവർ വന്ന് അവരോടുള്ള ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഞാൻ മീൻ വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറികളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് വീഡിയോ ഓൾറെഡി ലെങ്ത് ഉള്ള കാരണം ഞാനതെല്ലാം കാണിച്ചിട്ടില്ല. ഇനി അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ 3 കറികൾ ഒരുമിച്ച് വെക്കാൻ പറ്റുന്ന ഒരു പാത്രം ഉണ്ട്, അതാണ് കേട്ടോ പുറത്തേക്ക് എടുത്തത്. ഇനി വരുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവർക്ക് മാംഗോ ജ്യൂസ് കൊടുക്കാം. മാംഗോ ജ്യൂസ് അല്ല, ഷെയ്ക്കായിട്ടാണ് ഞാൻ അടിച്ചെടുക്കണേ. ഈ മാമ്പഴം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂവാണ്ടൻ പഴുത്ത മാമ്പഴം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു ഷെയ്ക്കൊക്കെ അടിച്ച്
റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. ചിക്കനും ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച കാരണം ക്യുക്കായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് ഒരു ഹാഫ് കുക്കായതിന് ശേഷം ഞാനത് നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എയർ ഫ്രയറിൽ മാത്രമാകുമ്പോൾ പെട്ടെന്ന് ചിലപ്പം ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം നമുക്ക് അവർ വരുമ്പോഴത്തേക്കും പണികളൊക്കെ മാറ്റി ഒന്ന് ഫ്രീ ആവണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മീനായാലും അതുപോലെ തന്നെ ചിക്കനായാലും വറുക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും തണ്ടുകളും ഇട്ട് കൊടുക്കുക ഒരു സ്ഥിരം പരിപാടിയാണ്. പണ്ട് ചെയ്തിരുന്നില്ല, കുക്കറിലൊക്കെ മത്തിയൊക്കെ വറുത്ത് തുടങ്ങിയ സമയത്താണ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ചിക്കനും മീനും ഒക്കെ വാങ്ങുന്ന സമയത്ത് കറിക്കുള്ള പീസ് വേറെ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ വറുക്കാനുള്ള പീസ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊരു എളുപ്പമാണെന്നറിയോ. ഒരു ഗസ്റ്റ് പെട്ടെന്ന് വീട്ടിൽ വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളിപ്പോൾ വെക്കേഷനായിട്ട് വീട്ടിലുള്ള സമയത്ത് ഒരു 4 കഷ്ണം എടുത്ത് വറുത്ത് കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ആ സമയം കൊണ്ട് ഞാൻ പോയി ചിക്കൻ റെഡി ആയപ്പോഴത്തേക്കും കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി അവർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ നമ്മുടെ ഷെയ്ക്കൊക്കെ ഗ്ലാസ്സുകളിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഫുഡുകൾ തന്നെ കൊടുക്കുമ്പോൾ ഹെൽത്തി അല്ലേ. ചില സമയത്ത് ചില ഗസ്റ്റുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണം ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ആ രീതിക്ക് പോവാം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സമയത്താകുമ്പോൾ നമുക്കതനുസരിച്ച് ക്വിക്കായിട്ട് ചെയ്യാം. പിന്നെ സല്ലാസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മീൻ വറ്റിച്ചതുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. നമ്മുടെ കയറി താമസത്തിൻ്റെ സമയത്ത് നമ്മുടെ വലിയേട്ടൻ തന്ന ഗിഫ്റ്റാണേ. അപ്പോൾ അത് 3 കറികൾ നമുക്ക് അറ്റ് എ ടൈമിൽ ഈ ഒരൊറ്റ പാത്രത്തിൽ വെച്ച് സെർവ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് എന്തൊരു എളുപ്പമാണെന്നറിയോ. പാത്രം കഴുകാനൊക്കെ ആണെങ്കിലും ചിക്കൻ അപ്പുറത്തെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്തത് നമ്മൾ കുറച്ച് എന്താ പറയുക ലെമണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മളൊരു ഹെൽത്തി ആയിട്ട് സാലഡും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ലേ, നമ്മൾ എന്ത് ഹെവി ഫുഡ് കഴിച്ചാലും സാലഡും കൂടെ ബാലൻസ് ചെയ്തു. അപ്പോൾ സാലഡ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഈച്ചു അതൊന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈച്ചുവിൻ്റെ കാര്യത്തിൽ അവിടെ ഇവിടെ എല്ലായിടത്തും ഓടിയെത്തുന്നത് ഒറ്റയ്ക്ക് പാവമാണ്. കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല. ദൈവമേ എല്ലാവരും കൂടി കളിയാക്കരുത് കേട്ടോ. സത്യത്തിൽ പഠിക്കണമെന്ന് തോന്നിയില്ല എന്നുള്ളത് പറയുന്നതാണ് വാസ്തവം. ഇപ്പോൾ നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ഫുഡ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് കൊടുത്താലും അത് എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ വിളമ്പുന്നു എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊക്കെ ഭംഗിയായിട്ടൊന്ന് സെറ്റ് ചെയ്താൽ സംഭവം സാധാരണ പരിപാടികളൊക്കെ തന്നെയുള്ളൂ. പക്ഷേ ചെയ്യുന്നൊരു രീതിയില്ലേ, അതിനൊരു ഭംഗി കൊടുക്കാൻ തോന്നുന്നു. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഗ്രീസ് ടൈം. താങ്ക് യു.